നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി നിർമ്മാണത്തിന് കരാറുകാരന് 15 ദിവസത്തെ സമയമെന്ന് മന്ത്രി വീണ ജോർജ്. കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവൻ, മൃഗാശുപത്രി എന്നിവ പുതുതായി നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. സ്മാർട്ട് കേരളത്തിൽ സൃഷ്ടിച്ചത് വിപ്ലവകരമായ മാറ്റമെന്ന് മന്ത്രി MB രാജേഷ്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് മാർക്കറ്റിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അൽ-അസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 29 ലോക സ്ട്രോക്ക് ദിനാചരണം സംഘടിപ്പിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി അതിദാരിദ്ര്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു. വികസന സദസ്സുകളുടെ സംസ്ഥാനതല സമാപന സമ്മേളന വേദിയായ ചെറുതോണിയിൽ വെച്ച് മന്ത്രി MB രാജേഷാണ് പ്രഖ്യാപനം നടത്തിയത്. വാർത്തകൾ വിശദമായി. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി നിർമ്മാണത്തിന് കരാറുകാരന് 15 ദിവസത്തെ സമയമെന്ന് മന്ത്രി വീണ ജോർജ്. നിർമ്മാണം വേഗത്തിൽ നടപ്പിലാക്കിയില്ലെങ്കിൽ കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും. ആശുപത്രിയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ചേർന്ന അവലോകന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പ്രതിദിനം 150 മുതൽ 200 വരെ ജോലിക്കാരെ നിയോഗിച്ച് നിർമ്മാണം വേഗത്തിലാക്കാനാണ് നിർദ്ദേശം. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ OP ബ്ലോക്കുകളുടെ നിർമ്മാണ പുരോഗതി മന്ത്രി നേരിട്ട് വിലയിരുത്തി. 149 കോടി രൂപ കിഫ്ബി തുക ഉപയോഗിച്ചാണ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിലവിലെ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യാൻ കിഫ് തീരുമാനിക്കുകയും തുടർന്ന് നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കരാറുകാരൻ കോടതി സമീപിക്കുകയും അവരെ നിലനിർത്തണമെന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കരാറുകാർ നിർമ്മാണം തുടരുകയായിരുന്നു. സംസ്ഥാന സർക്കാർ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നെടുങ്കണ്ടത്തിന് വേണ്ടി പ്രത്യേകമായി അനുവദിച്ചതാണ് 149 കോടി രൂപ. MM മണി MLA മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് പദ്ധതി അനുവദിച്ചത്. സംസ്ഥാനത്ത് ഏറ്റവും അധികം തുക അനുവദിക്കപ്പെട്ടിട്ടുള്ള ആശുപത്രികളിൽ ഒന്നാണിത്. OP ബ്ലോക്കും കാഷ്വാലിറ്റി ബ്ലോക്കുമാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. കരാറുകാരന് ഒരു ബില്ല് പോലും കിഫ്ബിയിൽ നിന്ന് മാറി നൽകാനില്ലെന്ന് മന്ത്രി പറഞ്ഞു. കരാറുകാരന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്ന് വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് നിർമ്മാണ സാമഗ്രികൾ ഇറക്കി നൽകുന്നതിനായി കിഫ്ബി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായ ഹൈറ്റ്സ് കരാർ കമ്പനി എന്നിവർ ചേർന്ന് ത്രികക്ഷി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ത്രികക്ഷി കരാറിൽ കിഫ് ഏർപ്പെടുത്തുന്നത് സംസ്ഥാനത്ത് തന്നെ 1-2 സ്ഥലങ്ങളിൽ മാത്രമാണെന്ന് മന്ത്രി പറഞ്ഞു. എത്രയും വേഗം നിർമ്മാണം പൂർത്തീകരിച്ച മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ആശുപത്രിയുടെ സേവനം ലഭ്യമാക്കുകയാണ് ആവശ്യത്തിന് ജോലിക്കാരെ നിയോഗിക്കുന്നുണ്ടോ എന്ന് 15 ദിവസം നിരീക്ഷിക്കും. അതിനുശേഷം നിർമ്മാണ പുരോഗതി വിലയിരുത്തും. ഫെബ്രുവരി മാസത്തോടെ ഒരു ബ്ലോക്ക് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. MM മണി MLA അധ്യക്ഷത വഹിച്ച അവലോകന യോഗത്തിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ്, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ചീനിക്കുഴി കൊലപാതകത്തിൽ പ്രതി ഹമീദ് കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. മകനെയും കുടുംബത്തെയും ചുട്ടുകൊന്ന കേസിലാണ് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത്. 2022 മാർച്ച് 19 നടന്ന കേസിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വിചാരണ വേഗത്തിൽ ആക്കുകയായിരുന്നു. പിതൃസ്വത്ത് ഹമീദിന്റെ പേരിൽ എഴുതി നൽകിയില്ലെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം. ചീനിക്കുഴി കൊലപാതകത്തിൽ പ്രതി ഹമീദ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. മകനെയും കുടുംബത്തെയും ചുട്ടുകൊന്ന കേസിലാണ് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത്. 2022 മാർച്ച് 19 നടന്ന കേസിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വിചാരണ വേഗത്തിലാക്കുകയായിരുന്നു. പിതൃസ്വത്ത് ഹമീദിന്റെ പേരിൽ എഴുതി നൽകിയില്ലെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം. മകനെയും 2 മക്കളടങ്ങുന്ന കുടുംബത്തെയും പെട്രോൾ ഒഴിച്ച് ചുട്ടുകൊലപ്പെടുത്തുകയായിരുന്നു. പരമാവധി ശിക്ഷ നൽകണമെന്നും കൊലപാതകം പൊതുസമൂഹത്തെ ഞെട്ടിച്ചെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അതായത് ഒറ്റ തെളിവെന്ന് പറഞ്ഞാൽ ഈ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഇയാൾ ഈ മരിച്ച ഷിബു 35 ലിറ്റർ വീതം കൊള്ളുന്ന 2 കന്നാസുകളിൽ ഡീസലും പെട്രോളും വാങ്ങി. പക്ഷേ പ്രോസിക്യൂഷൻ്റെ കേസ് തന്നെ അത് കടയിൽ സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഈ പെട്രോളിൽ നിന്നും കുപ്പികളിലാക്കി ഇദ്ദേഹം ആ പെട്രോൾ ഊറ്റിയെടുത്ത് അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നു. അവിടെ വേറെ പെട്രോൾ ഉണ്ടെന്ന് യാതൊരു തെളിവും പറഞ്ഞില്ല. സാക്ഷിമൊഴികളുണ്ടായിരുന്നു. കൃത്യം കണ്ട ഒരു സാക്ഷിയുണ്ടായിരുന്നു, രാഹുലിന്, അയൽവാസി. അയാളെ ഈ ഇളയ കുട്ടി ഫോൺ വിളിച്ച് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ ചെല്ലുന്നത്. ഫോൺ വിളിച്ചെടുത്ത് ഒരു സാക്ഷി മാത്രമേ ഉള്ളൂ.
50-ാം സാക്ഷി അഷ്റഫ് എന്ന് പറയുന്നത്. പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ശിക്ഷ പരമാവധി കുറയ്ക്കണമെന്നും നിയമവിരുദ്ധമായി പെട്രോൾ വാങ്ങിച്ച് സൂക്ഷിച്ചതാണ് അപകടത്തിന് കാരണമെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ശ്വാസം മുട്ടലും പൈൽസും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പ്രതി ഹമീദിന്റെ മറുപടി. ഹമീദിന്റെ മകൻ മുഹമ്മദ് ഫൈസൽ, മരുമകൾ ഷീബ, പേരക്കുട്ടികളായ മെഹ്റു, അസ്ന എന്നിവരാണ് മരിച്ചത്. കൊലപാതകം നടക്കുന്നതിനായി ഹമീദ് പെട്രോൾ നേരത്തെ കരുതിയിരുന്നു. മകനും കുടുംബവും രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ച ശേഷമായിരുന്നു കൃത്യം നടത്തിയത്. തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ വെള്ളമൊഴിച്ച് തീ കെടുത്താൻ ശ്രമിക്കുമെന്നതിനാൽ വീട്ടിലെയും അയൽവീട്ടിലെയും ടാങ്കുകളിലെ വെള്ളം ഹമീദ് നേരത്തെ ഒഴുക്കിവിട്ടിരുന്നു. മോട്ടറടിച്ച് വെള്ളം ലഭ്യമാക്കാതിരിക്കാൻ വൈദ്യുതിയും വിച്ഛേദിച്ചു. വീടിന്റെ വാതിലുകളെല്ലാം പുറത്തുനിന്ന് പൂട്ടി. തുടർന്ന് ജനലിലൂടെ പെട്രോൾ അകത്തേക്ക് എറിഞ്ഞ് തീ വയ്ക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവൻ, മൃഗാശുപത്രി എന്നിവ പുതുതായി നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ സമീപമാണ് പുതിയ സമുച്ചയം. കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിലെ കാർഷിക ക്ഷീരമേഖലയുടെ സമഗ്ര വികസനം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്തിന്റെ കൃഷിഭവൻ, മൃഗാശുപത്രി എന്നിവ പഞ്ചായത്ത് പുതിയതായി നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. സേവനങ്ങൾ ഏറ്റവും നല്ലതിനെയാണ് സേവനങ്ങളായിട്ട് കാണണം. ഇതുപോലെല്ലാം അത് മുൻകൈ അഭ്യർത്ഥിക്കുകയും ദീർഘമായിട്ട് സമർപ്പുന്നത് ഇവിടെ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് നടത്തുന്നത് വിദ്യാഭ്യാസം കൂടുതൽ ചടങ്ങിൽ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിൻ വർഗീസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെമീന നാസർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ രാജശേഖരൻ, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു ഷാജി, വാർഡ് മെമ്പർമാരായ ശരത് ബാബു S, ജിൻഡു ജേക്കബ്, അലി PM, ലൈല കരീം, സുനിത MP, മായ ദിനേശൻ, സുമേഷ് പാറച്ചാലിൽ, സജി ചെമ്പകശ്ശേരിൽ, CDS ചെയർപേഴ്സൺ ജിൻസി വർഗീസ്, കൃഷി ഓഫീസർ ഇൻചാർജ് അമ്പിളി സദാനന്ദൻ, വെറ്റിനറി സർജൻ ഡോക്ടർ ഗ്ലാഡി M വെമ്പിള്ളി, കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീകുമാർ G, സെക്രട്ടറി ഫസീല TA തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ അൽ അസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 29 ലോക സ്ട്രോക്ക് ദിനാചരണം സംഘടിപ്പിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് സ്ട്രോക്ക് അതിജീവിച്ച രോഗികളുടെ സംഗമവും ബോധവൽക്കരണവും നടത്തും. ലോക പക്ഷാഘാത ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി അൽ അസർ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഒക്ടോബർ 29 സ്ട്രോക്ക് അതിജീവിച്ച രോഗികളുടെ സംഗമവും ബോധവൽക്കരണ പ്രോഗ്രാമും സംഘടിപ്പിക്കുന്നു. പക്ഷാഘാതം സംബന്ധിച്ച ബോധവൽക്കരണത്തിന്റെ ആവശ്യകത, അടിയന്തര പരിചരണത്തിന്റെ പ്രാധാന്യം, സമയബന്ധിതമായ ചികിത്സയിലൂടെ രോഗമുക്തി നേടാനുള്ള സാധ്യതകൾ എന്നിവയെക്കുറിച്ച് വിശദമായി വിശകലനം ചെയ്യും. ലോക സ്ട്രോക്ക് ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികൾ, സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, പൊതുജന സെമിനാറുകൾ തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു. സ്ട്രോക്കിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് സ്ട്രോക്ക് ദിനം, അതായത് പക്ഷാഘാത ദിനം, ലോകാരോഗ്യ സംഘടന വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആചരിക്കാനായിട്ടുള്ള ഒരു കാരണം. ഇന്ന് ലോകത്താകമാനം എടുക്കുകയാണെങ്കിൽ പക്ഷാഘാതം മൂലം മരിക്കുന്ന രോഗികളുടെ എണ്ണം 6ാമത്തെ സ്ഥാനത്തായിട്ടാണ് നിൽക്കുന്നത്. മറ്റ് ഉദാഹരണത്തിന് വണ്ടി അപകടം, ക്യാൻസർ, മറ്റ് ഹാർട്ട് അറ്റാക്ക്, മറ്റ് വിവിധ രോഗങ്ങൾ മൂലം മരിക്കുന്നത് മൊത്തം കണക്കാക്കുമ്പോൾ 6ാമത്തെയോ 5ാമത്തെയോ ഒക്കെ സ്ഥാനത്തായിട്ടാണ് ഈ പക്ഷാഘാതം മൂലം മരിക്കുന്നവരുടെ ഒരു കണക്കിരിക്കുന്നത്. അതുപോലെ തന്നെ ലോകത്താകമാനം ഒരു വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 15 മില്യൺ ജനങ്ങളാണ് പക്ഷാഘാതം മൂലം അനുഭവിക്കുന്നത്. അതിൽ തന്നെ ഏകദേശം 5 മില്യൺ ജനങ്ങൾ വിവിധ അവശതകൾ, ഒരുപക്ഷെ ഒരു വശം തളർന്നതാവാം, മിണ്ടാൻ പറ്റാത്തതാവാം, മൊത്തത്തിൽ നമ്മൾ
ബെഡ്രിഡൻ ആയിട്ട് കിടക്കുന്ന ഒരവസ്ഥ. ഇത്തരത്തിലുള്ള വിവിധ അവശതകളാൽ കഷ്ടത അനുഭവിക്കുന്ന ജനസമൂഹം ഏകദേശം 5 മില്യൺ വരുന്നുണ്ട്. ഇനി ഇതിന്റെ മറ്റൊരു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള പ്രശ്നം. ലോകത്താകമാനം 45 ബില്യൺ യൂറോ ആണ് ഈ ഇതിന്റെ ചെലവ് ചികിത്സയ്ക്കായിട്ട് ഓരോ വർഷം ചെലവഴിക്കേണ്ടത്. ഡോക്ടർ ബാലകൃഷ്ണൻ, ഡോക്ടർ ആൻപ്രിയ തോമസ്, സുധീർ ബാസുരി എന്നിവർ തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി അതിദാരിദ്ര്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു. വികസന സദസ്സുകളുടെ സംസ്ഥാനതല സമാപന സമ്മേളന വേദിയായ ചെറുതോണിയിൽ വെച്ച് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷാണ് പ്രഖ്യാപനം നടത്തിയത്. ഇതോടുകൂടി അതിദരിദ്രരില്ലാത്ത ജില്ലയായി ഇടുക്കി മാറി. സംസ്ഥാന ഗവൺമെന്റിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വികസന സദസ്സുകളാണ് നടന്നു വന്നത്. ഈ സദസ്സുകളുടെ സംസ്ഥാനതല സമാപനമാണ് ചെറുതോണിയിൽ നടന്നത്. ഇതോടൊപ്പം വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സും ജില്ലാ വികസന സദസ്സും സംഘടിപ്പിച്ചിരുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഈ വികസന സദസ്സുകളിൽ ആവേശത്തോടെ പങ്കെടുത്ത വിവിധ വിഭാഗം ജനങ്ങൾ നാടിന്റെ വികസനം സംബന്ധിച്ച ധാരാളം നിർദ്ദേശങ്ങളും ആശയങ്ങളുമാണ് മുന്നോട്ട് വെച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാംകുന്നേൽ അധ്യക്ഷനായിരുന്നു. നവംബർ 1 തീയതി കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാകുന്നതിന് മുന്നോടിയായി ഇടുക്കി ജില്ലയെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി മന്ത്രി പ്രഖ്യാപിച്ചു. ചടങ്ങിൽ വിവിധ പുരസ്കാര വിതരണവും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വികസന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ചടങ്ങിൽ ജില്ലാ കളക്ടർ ദിനേശൻ സ്വാഗതം ആശംസിച്ചു. വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KG സത്യൻ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നടന്ന അശാസ്ത്രീയ നിർമ്മാണമാണ് തങ്ങളെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടതെന്ന് ആവർത്തിക്കുകയാണ് അടിമാലി ലക്ഷംവീട് പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിൽ കിടപ്പാട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾ. യാതൊരുവിധ ശാസ്ത്രീയ പഠനവുമില്ലാതെ ഇത്ര വലിയ തോതിൽ മണ്ണ് നീക്കി നിർമ്മാണം നടത്തിയതാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബങ്ങൾ ആവർത്തിക്കുന്നു. ഇടിഞ്ഞ ഭാഗത്ത് തന്നെ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നതും ആശങ്കയാണ്. ദേശീയപാത 85ന്റെ നവീകരണ ജോലികളുടെ ഭാഗമായി നടന്ന അശാസ്ത്രീയ മണ്ണെടുപ്പാണ് അടിമാലി ലക്ഷംവീട് പ്രദേശത്തെ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ഇടവരുത്തിയതെന്ന് ദുരന്തത്തിലകപ്പെട്ട കുടുംബങ്ങളും പരിസരവാസികളും ഒരേപോലെ പറയുന്നു. വളരെ ഉയരത്തിൽ മണ്ണെടുത്ത് തിട്ട രൂപം കൊണ്ടതും യാതൊരുവിധ ശാസ്ത്രീയ പഠനവുമില്ലാതെ വലിയ തോതിൽ മണ്ണ് നീക്കിയതും അശാസ്ത്രീയതയായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് മഴ പെയ്തിരുന്നില്ല. ആശങ്കകളൊന്നും മുഖവിലക്കെടുക്കാതെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് തങ്ങളുടെ കിടപ്പാടം കവർന്നതെന്ന് കുടുംബങ്ങൾ നൊമ്പരത്തോടെ പറയുന്നു. മുകളിലേക്കുള്ളതാണ് ഞങ്ങൾ പല പ്രാവശ്യം അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി പിന്നെ അവർ പറഞ്ഞു പണിയില്ല, അത് നേരായ കാര്യമല്ല. അന്ന് വരെ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടോണ്ട് ദൃക്സാക്ഷികളാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ അവർ കയറിയിരിക്കേണ്ടത് ഞങ്ങളുടെ വീടിന്റെ അകത്തുണ്ട്. ഇത്രമാത്രം ഒരു ഡേഞ്ചറസ് ആയ സിറ്റുവേഷൻ ആണെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഞങ്ങളെ അന്ന് തന്നെ അവിടുന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളോട് മെമ്പർ പറഞ്ഞു ഇവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ മാറെന്ന് പറഞ്ഞു. അത്രയും ഇതില്ല ഞങ്ങൾ ചെന്നു. അന്ന് ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ സാധനങ്ങൾ എടുക്കാൻ മരുന്ന് മാത്രം എടുത്തോണ്ട് ഇനി അവിടെ കൂടുതൽ സമയം നിൽക്കാനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലാണ്ട് മരുന്ന് മാത്രം എടുത്തോണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറുകയും ചെയ്തത്. ഇന്ന് ഈ ഇട്ടുകൊണ്ടിരിക്കുന്ന തുണിയല്ലാതെ വേറെ ഒന്നുമില്ല. ഞങ്ങളുടെ സർവ്വതും ആ വീടിൻ്റെ ഉള്ളിലാണ് നശിച്ചു പോയത്. എൻ്റെ അമ്മ പാടുപെട്ടത്, എൻ്റെ കാരണന്മാരായിട്ട് ഉണ്ടാക്കിയിട്ടത്, ഞാനായിട്ട് ഇത്രയും കാലം കഴിഞ്ഞുണ്ടാക്കിയത് എല്ലാം നശിച്ചു പോയതാണ്. ഇനി ഒരു അല്ലാത്തൊരു ജോലി ചെയ്ത് എൻ്റെ ജീവിതം മുമ്പോട്ടേക്ക് ഉണ്ടാകാൻ എനിക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് 40-45 വയസ്സായി. അതിനുള്ള സാഹചര്യങ്ങൾ കൊണ്ട് ഏപ്രിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്തു തന്നെ. വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായ ചെറിയ മണ്ണിടിച്ചിലിന് ശേഷമായിരുന്നു ശനിയാഴ്ച രാത്രിയിൽ നാടിനെ നടുക്കിയ നിർമ്മാണ ജോലികൾ നടന്നിരുന്ന ഭാഗത്തെ മല അപ്പാടെ ഇടിഞ്ഞ് താഴേക്ക് എത്തിയത്. മണ്ണിടിച്ചിലിന് മുമ്പേ ഈ പ്രദേശത്ത് വലിയ വിള്ളൽ രൂപം കൊണ്ടിരുന്നു. പ്രദേശത്തെ മണ്ണിടിച്ചിൽ സാധ്യത ഇപ്പോഴും പൂർണ്ണമായി ഒഴിവായിട്ടില്ല. മഴ മുന്നറിയിപ്പുകൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാലും ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കം ചെയ്തു തുടങ്ങാത്തതിനാലും ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. അതേസമയം മണ്ണിടിച്ചിലിൽ പ്രദേശവാസി ബിജു മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. നിലവിൽ ആരെയും സംഭവത്തിൽ പ്രതി ചേർത്തിട്ടില്ല. സംഭവശേഷം ദുരന്തവുമായി ബന്ധപ്പെട്ട് കൈ കഴുകുന്ന സമീപനമാണ് ദേശീയപാത അതോറിറ്റിയിൽ നിന്നുണ്ടായതെന്ന ആക്ഷേപവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. K-സ്മാർട്ട് കേരളത്തിൽ സൃഷ്ടിച്ചത് വിപ്ലവകരമായ മാറ്റമെന്ന് മന്ത്രി MP രാജേഷ്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് മാർക്കറ്റിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെടുങ്കണ്ടം സഹ്യദർശൻ പാർക്കിന്റെയും ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനവും
മന്ത്രി നിർവഹിച്ചു. ഇന്ത്യയിൽ വീഡിയോ KYC വഴി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന സൗകര്യമുള്ള സംസ്ഥാനം കേരളമാണ്. കഴിഞ്ഞ ഒരു വർഷത്തിൽ ആകെ ലഭ്യമാക്കിയ 1,65,000-ഓളം വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളിൽ 70,937 സർട്ടിഫിക്കറ്റുകൾ വീഡിയോ KYC വഴിയായിരുന്നു. 82,212 ബിൽഡിംഗ് പെർമിറ്റുകൾ ലഭ്യമാക്കിയത് 30 സെക്കൻഡിൽ താഴെ സമയം കൊണ്ടാണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി വഴിയുള്ള സേവനങ്ങൾക്ക് ഒരാൾക്കും ഓഫീസ് കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. ലോകത്ത് എവിടെയിരുന്നും അപേക്ഷിക്കാം. എല്ലാ സേവനങ്ങളും ഓൺലൈനായി ലഭിക്കും. കഴിഞ്ഞ 5 വർഷത്തിൽ 70,000 കോടി രൂപയാണ് പഞ്ചായത്തുകൾക്ക് സർക്കാർ അനുവദിച്ചത്. അർഹമായ നികുതി വിഹിതവും വായ്പാ വിഹിതവും ഗണ്യമായി വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിച്ച സാമ്പത്തിക ഞെരുക്കത്തിനിടയിലാണിത്. പഞ്ചായത്തുകൾക്കുള്ള വിഹിതം വെട്ടിച്ചുരുക്കുകയല്ല, ഓരോ വർഷവും 0.5% വീതം വികസന ഫണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാരെന്നും മന്ത്രി പറഞ്ഞു. നിങ്ങൾക്ക് ഏത് സേവനവും അപേക്ഷിച്ചാൽ ഓൺലൈനായി അപേക്ഷിച്ചാൽ വാട്സാപ്പിലോ ഇമെയിലിലോ ഏതിലാണോ കിട്ടേണ്ടത് അതിൽ കിട്ടും. മണിക്കൂറുകളോ ദിവസങ്ങളോ ആഴ്ചകളോ കാത്തിരിക്കേണ്ട കാലം ഇന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞ ഒരാളും പഞ്ചായത്ത് കയറി പോരുത് എന്നത്. ഇതാദ്യമൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് മന്ത്രിയുടെ തള്ളാണ്, എന്തൊരു തള്ളാണ് മന്ത്രി തള്ളുന്നത് എന്ന് പറഞ്ഞു. ഈ പറയുമ്പോൾ അത് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞൊരു കൊല്ലത്തിനിടയിൽ കേസ്മാർട്ട് നിലവിൽ വന്ന ശേഷം 1,65,000 വിവാഹം രജിസ്റ്റർ ചെയ്തതിൽ 70,900 എണ്ണം രജിസ്റ്റർ ചെയ്തത് വീഡിയോ KYC വഴിയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പഞ്ചായത്തുകൾ കൊടുത്ത ബിൽഡിംഗ് പെർമിറ്റിൽ 82,212 പെർമിറ്റുകൾ 30 സെക്കൻഡിൽ താഴെ സമയം കൊണ്ടാണ് കൊടുത്തത്. 30 സെക്കൻഡിൽ താഴെ. നിങ്ങളുടെ പ്ലാൻ ചട്ടമനുസരിച്ചാണെങ്കിൽ സെക്കൻഡുകൾ മതി. ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യാം, സെക്കൻഡുകൾ മതി. ചട്ടപ്രകാരം അല്ലെങ്കിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ ചിലർ പരാതി പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് കിട്ടിയില്ല. ഇത്രേ കാരണമുള്ളൂ, വരയ്ക്കാൻ അറിയുന്ന ആളെ ഏൽപ്പിക്കണം. വരയ്ക്കുന്നത് ചട്ടമനുസരിച്ചായിരിക്കണം. ചട്ടമനുസരിച്ചുള്ള പ്ലാൻ സമർപ്പിച്ചാൽ സെക്കൻഡുകൾ അല്ലെങ്കിൽ 1 മിനിറ്റിൽ കൂടുതൽ സമയം വേണ്ട. വാട്സാപ്പിൽ കിട്ടും, ഇമെയിലിൽ കിട്ടും. ഇതാരും നിങ്ങളാരും അറിഞ്ഞിട്ടില്ല, പറയേണ്ടവരിട്ട് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് പറയണം. അങ്ങനെയുണ്ട്, നമ്മുടെയും കുറ്റമുണ്ട്. മാധ്യമങ്ങളാരും വാർത്ത കൊടുത്തിട്ടില്ല, നാട്ടുകാരോട് നമ്മൾ പറയണ്ടേ, നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പം അതുകൊണ്ട് അധികം പേരും ഈ സൗകര്യങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെയും സഹ്യദർശൻ പാർക്കിന്റെയും പ്രവർത്തനോദ്ഘാടനവും പടിഞ്ഞാറെ കവലയിൽ ആരംഭിക്കുന്ന ഓപ്പൺ മാർക്കറ്റിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. എം മണി MLA അധ്യക്ഷത വഹിച്ചു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ്, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് D ജയകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുരേഷ് പള്ളിയടിയിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു സഹദേവൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജിമോൾ വിജയൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജയകുമാരി S ബാബു, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റാണി തോമസ്, വനജകുമാരി സജീവ്ലാൽ, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ ശോഭന വിജയൻ, ലേഖ ത്യാഗരാജൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MS മഹേശ്വരൻ, കുഞ്ഞുമോൻ, ലിസി ദേവസ്യ, പത്മ അശോകൻ, രമ്യ ഷിജു, ജോജി ഇടപ്പള്ളിക്കുന്നേൽ, ഷിബു ചെരിക്കുന്നേൽ, രാജേഷ് ജോസഫ്, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. നിയമവും ചട്ടവും പാലിച്ചാണെങ്കിൽ ഏത് സേവനവും വിരൽത്തുമ്പിലെന്ന് മന്ത്രി MP രാജേഷ്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ബോയ്സ് എസ്റ്റേറ്റ് സ്റ്റേഡിയത്തിന്റെയും കൊടികുത്തി ചെക്ക് ഡാമിന്റെയും കൊക്കയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടുത്ത 2 വർഷത്തിനിടെ ഒരു സേവനങ്ങൾക്കും ഒരു തദ്ദേശ സ്ഥാപനത്തിലും നേരിട്ട് ചെല്ലേണ്ട ആവശ്യമില്ലാത്ത സ്ഥിതി വരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നിയമവും ചട്ടവും പാലിച്ചാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഏത് സേവനവും വിരൽത്തുമ്പിൽ ലഭ്യമാകുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ബോയ്സ് എസ്റ്റേറ്റ് സ്റ്റേഡിയത്തിന്റെയും കൊടികുത്തി ചെക്ക് ഡാമിന്റെയും കൊക്കയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത 2 വർഷത്തിനിടെ ഒരു സേവനങ്ങൾക്കും ഒരു തദ്ദേശ സ്ഥാപനത്തിലും നേരിട്ട് ചെല്ലേണ്ട ആവശ്യമില്ലാത്ത സ്ഥിതി വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചട്ടപ്രകാരമാണെങ്കിൽ സെക്കൻഡുകൾ മതി ഇപ്പൊ കാര്യം നടക്കാൻ. ഏത് സേവനവും ലൈസൻസ് എടുക്കണോ, ടാക്സ് അടയ്ക്കണോ, ലൈസൻസ് പുതുക്കണോ, ഇതിനൊന്നിനും നേരിട്ട് ഓഫീസിൽ പോകേണ്ട കാര്യമില്ല. എൻ്റെ ഫോണിൽ മെസ്സേജ് ഉണ്ട്, പല പ്രവാസികളുടെ. ഖത്തറിൽ നിന്ന് ഒരാൾ പറഞ്ഞു, നാട്ടിലെ പഞ്ചായത്തിലുള്ള എൻ്റെ വീടിൻ്റെ നികുതി 2 മിനിറ്റ് കൊണ്ട് അടച്ചു, ഒരുപാട് സന്തോഷമുണ്ട്, ഗംഭീര സംവിധാനമാണ് കേസ്മാർട്ട്. ലണ്ടനിൽ നിന്നൊരു പ്രവാസിയുടെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ മിനിറ്റുകൾ കൊണ്ട് ടാക്സ് അടയ്ക്കാൻ പറ്റി അവിടെ ഇരുന്നിട്ട്. ഇവിടുത്തെ ഓൺലൈൻ സംവിധാനത്തെക്കാൾ മെച്ചപ്പെട്ടതാണ് നമ്മുടെ നാട്ടിലെ, അതിൽ ഭയങ്കരമായിട്ടുള്ള അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ്.
ഈ മാറ്റം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വരെ ഏത് രേഖയും ഏത് സേവനവും നേരിട്ട് പോവാതെടുക്കാം. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീറണാകുന്നിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA, കേരള ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ PS രാജൻ, NK മുഹമ്മദ് അലി, കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KT ബിനു, MJ ജേക്കബ്, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് OV ജോസഫ്, കൊക്കിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോളി ഡൊമിനിക്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അലക്സ് കോഴിമല, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിനി ജയകുമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അടിമാലി മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽ മരണപ്പെട്ട ബിജുവിന്റെ കുടുംബത്തിനും പുനരധിവാസം ആവശ്യമായ മറ്റു കുടുംബങ്ങൾക്കും സർക്കാർ അടിയന്തര നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് റോയി K. പൗലോസ് ആവശ്യപ്പെട്ടു. ഭൂമിയും വീടും നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം ഉറപ്പാക്കണം. പുറമ്പോക്കിൽ താമസിച്ചു വരുന്നവർക്ക് പകരം സർക്കാർ ഭൂമി ലഭ്യമാക്കണമെന്നും റോയി K. പൗലോസ് ആവശ്യപ്പെട്ടു. അടിമാലിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ദുരന്ത ബാധിതരെ സന്ദർശിച്ച ശേഷമായിരുന്നു റോയി K. പൗലോസിന്റെ പ്രതികരണം. കുമ്പൻപാറ മണ്ണിടിച്ചിൽ മൂലമുണ്ടായ ദുരന്തത്തിൽ മരിച്ച കുടുംബത്തിൻ്റെയും പരിക്കേറ്റവർക്കുമൊക്കെ അടിയന്തരമായി സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കണം. ഈ ദുരന്തമുണ്ടായി 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതുവരെയും അത് സംബന്ധിച്ചൊരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാത്തത് വളരെ സങ്കടകരമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെയുള്ള കുടുംബങ്ങൾ, ആ കുടുംബങ്ങളൊന്നും തന്നെ സുരക്ഷിതമല്ല എന്നുള്ളതാണ് അവിടെ സന്ദർശിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ദുരന്തപൂർണമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആ കുടുംബങ്ങളെ അടിയന്തരമായി പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അത് KSEBയുടെ ക്വാർട്ടേഴ്സുകൾ നമ്മുടെ ഈ മേഖലയിലെല്ലാം, വെള്ളത്തൂരിലാണേലും കല്ലാർകുട്ടിയിലാണേലും സമീപ പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിലും നിരവധി ക്വാർട്ടേഴ്സുകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം ക്വാർട്ടേഴ്സുകൾ പരമാവധി സൗകര്യപ്പെടുത്താനുള്ള ക്രമീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ഒരു നിർദ്ദേശം എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന റോഡിൻ്റെ സൈഡിൽ താമസിക്കുന്ന ചില കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് അവരുടെ വീട് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും, അത് പൊളിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പട്ടയമില്ലാത്ത ഒരു കുടുംബത്തിൻ്റെ സ്ഥിതി അതിൻ്റെ അകത്ത് കണ്ടു. അപ്പോൾ അവർക്കൊക്കെ പകരം എവിടെയെങ്കിലും ഗവൺമെൻറ് അടിയന്തരമായി സർക്കാർ ലാൻഡ് ഈ പ്രദേശത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. അടിയന്തരമായി റവന്യൂ ഭൂമിയോ അതല്ലെങ്കിൽ KSEBയുടെ ഭൂമിയോ അടിയന്തരമായി അത്തരം കുടുംബങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കേണ്ടി വരുന്ന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം നൽകുന്നതുൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഈ 2 ദിവസമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നിലപാടുകൾ ഒട്ടും സന്തോഷകരമല്ല, ഒട്ടും ആശാസ്യമല്ല. വളരെ അടിയന്തരമായി ഈ കാര്യങ്ങൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ആലക്കോട് കുടുംബശ്രീ CDSന്റെ വാർഷികം വനിതാ വൈബ് 2025 എന്ന പേരിൽ കലയന്താനി സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടന്നു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ഉഷ ജോണി അധ്യക്ഷത വഹിച്ചു. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിച്ചു. ചെണ്ടമേളത്തിന്റെയും മറ്റും അകമ്പടിയോടെ നടത്തിയ വിളംബര ഘോഷയാത്രയോടെയാണ് വാർഷികാഘോഷം ആരംഭിച്ചത്. ആലക്കോട് കുടുംബശ്രീ CDSന്റെ 26ാമത് വാർഷികം വനിതാ വൈബ് 2025 എന്ന പേരിൽ കലയന്താനി സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടന്നു. ചെണ്ടമേളത്തിന്റെയും ഫാൻസി ഡ്രസ് വേഷധാരികളുടെയും റോളർ സ്കേറ്റിംഗിന്റെയും അകമ്പടിയോടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീഗിൽ ജോ ഫ്ളാഗ് ഓഫ് ചെയ്ത വിളംബര ഘോഷയാത്രയോടുകൂടിയാണ് വനിതാ വൈബ് 2025 ആരംഭിച്ചത്. CDS ചെയർപേഴ്സൺ ഷാ ജോണി അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച അകത്തലങ്ങളിൽ
പണിയെടുത്ത് അല്ലെങ്കിൽ അടുക്കളയിൽ മാത്രം പണിയെടുത്ത് പുറലോകവുമായി ഒന്നും ബന്ധമില്ലാതിരുന്ന നമ്മുടെ ചേച്ചിമാരെ, നമ്മുടെ അമ്മമാരെ, നമ്മുടെ സഹോദരിമാരെയും ഒക്കെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനും ഒക്കെ സജീവമായ പ്രവർത്തനം നടത്തിയ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ കുടുംബശ്രീ എന്ന് നമുക്കൊക്കെ അറിയാം. ഈ പ്രസ്ഥാനമില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് നമ്മുടെ ഇവിടെ ഇത്രയും ആളുകളെ നമുക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇത്രയും സഹോദരിമാരെ, അമ്മമാരെ ഒന്നും ഇവിടെ വിളിച്ചു കൂട്ടാൻ നമുക്ക് കഴിയില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ 35% സംവരണം എന്നുള്ളത് നമ്മൾ മാറ്റിയത് 50%, 60% വരെയൊക്കെ സംവരണത്തിലേക്ക് വന്നപ്പോൾ കുടുംബശ്രീയുടെ അനേകം പ്രവർത്തകർ നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ നേതൃനിരയിലേക്ക് എത്തിച്ചേരുവാനും അവരുടെ വൈദഗ്ധ്യം, ആ ഭരണ വൈദഗ്ധ്യം തീർച്ചയായിട്ടും നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക്, വികസനത്തിനുമൊക്കെ വേണ്ടി വിനിയോഗിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിച്ചു. വിശിഷ്ട വത്സ ശിവൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ CDS മെമ്പർ സെക്രട്ടറി PK ജയകുമാർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ബൈജു ജോർജ് മുഖ്യപ്രഭാഷണവും കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രോഗ്രാം മാനേജർ VA അരുൺ വിഷയാവതരണവും നടത്തി. കുടുംബശ്രീ അംഗങ്ങളുടെ ക്ലാസിക്കൽ ഡാൻസുകളും കരോക്കെ ഗാനങ്ങളും വാർഷികത്തിന് മാറ്റുകൂട്ടി. ഭാഗ്യ നറുക്കെടുപ്പ് നടത്തുകയും വിജയികൾക്ക് 1000 രൂപ വീതം വിലയുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. മെമ്പറായും പ്രസിഡന്റായും പൊതുപ്രവർത്തന രംഗത്ത് 25 വർഷം പൂർത്തീകരിച്ച മിനി ജെറിയെയും സാക്ഷരതാ പ്രേരകായി 28 വർഷം പൂർത്തീകരിച്ച പഞ്ചായത്ത് അംഗം KA സുലോചനയെയും ചെയർപേഴ്സണായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഉഷ ജോണിയെയും മറ്റ് CDS അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ സീനത്ത് റഹീം എല്ലാവർക്കും നന്ദി പറഞ്ഞു. സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെൻ്റെ ഓരോ തലവും കൊഴിഞ്ഞു പോയി.
കലയന്താനി. ഒരു നാടിന്റെ പ്രാർത്ഥനകൾ വിഫലമായി. 14-കാരൻ ഋഷിനാഥ് സുനിൽ യാത്രയായി. ഇരുവൃക്കകളും തകരാറായതിനെ തുടർന്ന് ചികിത്സയ്ക്കായി പണം കണ്ടെത്തുന്നതിനിടയിലാണ് ഋഷിനാഥിന്റെ വിയോഗം. വണ്ണപ്പുറം മാനാക്കുഴിയിൽ സുനിലിന്റെയും പരേതയായ മിനിയുടെയും മകനും വണ്ണപ്പുറം SNM സ്കൂൾ വിദ്യാർത്ഥിയുമാണ്. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രാർത്ഥന വിഫലം. കിഡ്നി രോഗം ബാധിച്ച് ചികിത്സയിലിരുന്ന ഋഷിനാഥ് മരിച്ചു. കിഡ്നി മാറ്റിവെക്കാൻ തയ്യാറെടുക്കുന്നതിനിടെ തിങ്കളാഴ്ച രാവിലെ 8-ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. 2 വൃക്കകളും തകരാറിലായതിനെ തുടർന്ന് വൃക്ക മാറ്റിവെക്കാനുള്ള പരിശ്രമം നടന്നുവരികയായിരുന്നു. ഇതിനാവശ്യമായ തുക കണ്ടെത്താനുള്ള ശ്രമം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നതിനിടെയാണ് കുട്ടിയുടെ പെട്ടെന്നുള്ള വിയോഗം. വണ്ണപ്പുറം SNVMHSS 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ഋഷിനാഥിന്റെ അമ്മ മിനി 2022-ൽ ക്യാൻസർ ബാധിച്ച് മരിച്ചിരുന്നു. പിതാവ് സുനിൽ, സഹോദരി ആവണ്യ. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2-ന് വീട്ടുവളപ്പിൽ നടത്തും. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി നിർമ്മാണത്തിന് കരാറുകാരന് 15 ദിവസത്തെ സമയമെന്ന് മന്ത്രി വീണ ജോർജ്. കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവൻ, മൃഗാശുപത്രി എന്നിവ പുതുതായി നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. സ്മാർട്ട് കേരളത്തിൽ സൃഷ്ടിച്ചത് വിപ്ലവകരമായ മാറ്റമെന്ന് മന്ത്രി MB രാജേഷ്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് മാർക്കറ്റിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അൽ-നസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 29-ന് ലോക സ്ട്രോക്ക് ദിനാചരണം സംഘടിപ്പിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി അതിദാരിദ്ര്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു. വികസന സദസ്സുകളുടെ സംസ്ഥാനതല സമാപന സമ്മേളന വേദിയായ ചെറുതോണിയിൽ വെച്ച് മന്ത്രി MB രാജേഷാണ് പ്രഖ്യാപനം നടത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.